നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്നുള്ള ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. പ്രഷർ എന്നാണ്. എന്താണ് പ്രഷറിൻ്റെ ഡെഫിനിഷൻ, പ്രഷറിൻ്റെ എഫക്റ്റ്, നമ്മൾ അതിൽ പ്രഷർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ സെക്ഷനിൽ പഠിക്കുക. What do you mean by pressure? Pressure is the action of a force on unit area of a body on which it acts. അത് ചെലുത്തുന്ന പ്രതലത്തിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓഫ് എ ഫോഴ്സ്, ഒരു ഫോഴ്സിൻ്റെ ആക്ഷനാണ്. ഓൺ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. മർദ്ദം, പ്രഷർ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് മർദ്ദം അഥവാ പ്രഷർ എന്ന് പറയുന്നത്. പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഒരു നിശ്ചിത ഏരിയയിൽ അത് ചെലുത്തുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയ്ക്കനുസരിച്ച് ഇപ്പോൾ ലോഡ് എത്രയായാലും, ഇപ്പം 50 കിലോഗ്രാം ആണെങ്കിലും ഈ ഏരിയ ചെറുതായാൽ അതിവിടെ പ്രഷർ കൂടും, ഏരിയ വലുതായാൽ പ്രഷർ കുറഞ്ഞെന്നും പറയും. ഒരേപോലെയുള്ള നമ്മൾ 50 കിലോഗ്രാം ഭാരം ഒരു മേശപ്പുറത്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ ആ 50 കിലോഗ്രാം ഫോഴ്സ് അതിനെ ടച്ച് ചെയ്യുന്ന ആ പ്രതലം, അതാണ് അതിൻ്റെ കോണ്ടാക്റ്റിംഗ് ഏരിയ. നേരെ മറിച്ച് ചെറിയൊരു തടിക്കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 50 കിലോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ആ ടേബിളിൻ്റെ മുകളിൽ പ്രഷർ അനുഭവപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് ആ തടിക്കട്ട ടച്ച് ചെയ്യുന്ന ഭാഗം മാത്രമാണ്. അപ്പോഴവിടുത്തെ ഏരിയ കുറഞ്ഞു എങ്കിൽ അപ്പം പ്രഷർ അവിടെ കൂടുന്നു. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രഷർ നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് പാസ്കൽ. പ്രഷറിൻ്റെ യൂണിറ്റാണ് പാസ്കൽ എന്ന് പറയുന്നത്. പാസ്കൽ 1 പാസ്കൽ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് യൂണിറ്റ് ആണ്. 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഒരു പാസ്കൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ അനുഭവപ്പെടുമ്പോൾ അവിടെ ഒരു പാസ്കൽ പ്രഷർ ആണെന്ന് പറയും. ഓക്കെ, ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഒരു മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ അല്ല, ഒരു മീറ്റർ സ്ക്വയർ. ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഉള്ള ഒരു ഭാഗത്തെയാണ്, ഏരിയയാണ് ഒരു മീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറയുന്നത്. ഒരു ചതുരശ്ര മീറ്റർ. അത്രയും ഭാഗത്ത് ഒരു ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെടുക. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം 9.8 ന്യൂട്ടണാണ്. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറയുമ്പം 10 കിലോഗ്രാമേ ഉണ്ടാവുള്ളൂ, ഏതാണ്ട്. അതായത് 100 ഗ്രാം ഫോഴ്സേ ഉണ്ടാവുള്ളൂ. 10 കിലോഗ്രാം. ഒരു കിലോഗ്രാമിൻ്റെ 10 എന്ന് പറയുമ്പോൾ 100 ഗ്രാം. ഒരു 100 ഗ്രാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഒരു 100 ഗ്രാം ഫോഴ്സ്, 100 ഗ്രാം ഭാരം, മൊത്തം 1 മീറ്റർ സ്ക്വയർ, 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ഏരിയയിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടുത്തെ പ്രഷർ എത്രയാണ്? 1 പാസ്കൽ. ഓക്കെ, അപ്പോൾ അതൊരു ചെറിയ പ്രഷറല്ലേ. 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ നീളം, 1 മീറ്റർ എന്തേരം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങളുടെ ഒരു വലത് കൈ നീട്ടിപ്പിടിച്ചാൽ അത്രയും നീളം ഉണ്ടാവും 1 മീറ്റർ ഏതാണ്ട്. അപ്പോൾ അത്രയും നീളവും വീതിയുള്ള ഒരു ഭാഗത്ത് 100 ഗ്രാം ഭാരം വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രതലത്തിൽ മുഴുവനായിട്ടും മൊത്തത്തിൽ 100 ഗ്രാം മണൽ ഇങ്ങനെ നിരത്തിയിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് ആ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന പ്രഷർ. അന്നേരം 1 പാസ്കലാണ്. അപ്പോൾ അത് സിൻസ് ഇറ്റ് ഈസ് വെരി സ്മോൾ, വളരെ ചെറിയൊരു പ്രഷറാണ്, ചെറിയൊരു യൂണിറ്റാണ്. അപ്പം വലിയ പ്രഷർ വരുമ്പോഴത്തേനും പാസ്കലിൽ പറയുമ്പം ഇങ്ങനെ ലക്ഷം കോടിയും ഒക്കെ അങ്ങനെ നീണ്ടു പോകും. അതുകൊണ്ട് അതിനേക്കാൾ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു കുറച്ചും കൂടെ വലിയൊരു യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ബാർ. ബാർ കേട്ടിട്ടില്ലേ? ആരും കേട്ടിട്ടില്ല അല്ലേ, പാവങ്ങൾ. ആ ബാറല്ല കേട്ടോ, ഈ ബാർ. അതും സ്പെല്ലിംഗ് ഒക്കെ സെയിം തന്നെയാണ്. പ്രഷറിൻ്റെ ബാർ നിങ്ങളുടെ കംപ്രസറിലൊക്കെ കാണാം, തെറ്റിദ്ധരിക്കില്ല. കംപ്രസറിലും ഈ പ്രഷർ ഗേജിലൊക്കെ ഉണ്ട്. നമ്മൾ ടയറിന് പ്രഷർ നിറയ്ക്കുന്ന
കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രഷർ ഗേജ് ഉണ്ട്. അതിൽ 30 പൗണ്ടാണോ 35 പൗണ്ടാണോ എന്നൊക്കെ പറയും. അത് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. 2 തരം യൂണിറ്റുകൾ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ബാറിലും ഉണ്ടാവും, ഒന്ന് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചും ഉണ്ട്. PSI പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചിലും അതിൽ പ്രഷർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ടയറിൻ്റെ കാറ്റ് അടിക്കുന്ന പ്രഷറൊക്കെ നിങ്ങൾ ചിലപ്പം പഠിച്ച് കാണും. ഓട്ടോമൊബൈലിൽ നിങ്ങൾ അത് പഠിച്ചില്ലെങ്കിൽ അത് പഠിക്കും ഇനി. അപ്പം എയറിൻ്റെ പ്രഷർ ഒക്കെ അളക്കാനുള്ള ഉപകരണത്തിലൊക്കെ ഈ ബാർ എന്നുള്ള ഈ യൂണിറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ 1 ബാർ പ്രഷർ എന്ന് പറഞ്ഞാൽ 10⁻5 പാസ്കൽ. അതായത് 1 ഇട്ടിട്ട് 5 0 ഇടുന്ന അത്രയും വലിയ സംഖ്യ അല്ലേ. 1 ബാർ അത്രയും പാസ്കലാണ്. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵5. അപ്പം 5 0 ആകുമ്പോൾ എത്രയാ? 1 ഒറ്റ 10 100 1000 10000 1,00,000 അല്ലേ. അത്രയും പാസ്കലാണ്. 10,000 ആകുമ്പോൾ 4 0. അപ്പോൾ 1,00,000 ആകുമ്പോൾ 5 0. ഓക്കെ. അപ്പോൾ 1,00,000 പാസ്കലാണ് ഒരു ബാർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊരു 1 ബാർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് പ്രഷറായി. ഓർക്കുക, ഇത്രയും ഓർത്താൽ മതി. പ്രഷറിൻ്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ പാസ്കലാണ്. അത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു പാസ്കൽ എന്ന് പറയുന്നത്. 10⁵5 പാസ്കലാണ് ഒരു ബാർ. ഇനി pressure of 1 bar, a pressure of 1 bar corresponds to column of mercury with a height of 750 mm. 750 മില്ലിമീറ്റർ അല്ലെങ്കിൽ 75 സെൻറ്റിമീറ്റർ മെർക്കുറി കോളത്തെ, മെർക്കുറി എന്താണ്, രസം അല്ലേ, മെർക്കുറിയെ താങ്ങി നിർത്താൻ പറ്റുന്ന അത്രയുള്ള മർദ്ദമാണ് ഒരു ബാർ, 1 ബാർ എന്ന് പറയുന്നതും. അങ്ങനെ മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം. പണ്ട് ഈ അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്ററിൽ നമ്മൾ മെർക്കുറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 75 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മെർക്കുറിയെ താങ്ങി നിൽക്കും. അത് നമുക്ക് നെക്സ്റ്റ് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. എന്നിരുന്നാലും അന്തരീക്ഷ മർദ്ദത്തിന് ചിലപ്പോൾ 750 mm ഓഫ് മെർക്കുറി എന്നാണ് പ്രഷർ പറയുന്നത്. അതാണ് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്, അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ വായുമണ്ഡലം ഭൂമിയിൽ ചെലുത്തുന്ന മർദ്ദം. അതും നമ്മളിപ്പോൾ പഠിക്കും. അപ്പോൾ 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵5 പാസ്കൽ. ഇറ്റ് ഈസ് ഈക്വൽ ടു 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അപ്പോൾ 3 യൂണിറ്റുകൾ പഠിച്ചു. പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാസ്കൽ. 10⁵5 പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ബാർ. 1 ബാർ ഇറ്റ് ഈസ് കറസ്പോണ്ട്സ് ടു, ഇറ്റ് ഈസ് ഈക്വൽ ടു 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അതാണ് പ്രഷർ. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം, മലയാളത്തിൽ പറഞ്ഞ അന്തരീക്ഷ മർദ്ദം. What is atmospheric pressure? The air and some other gases surround the earth is called atmosphere. ഭൂമിയുടെ ചുറ്റുമുള്ള വായുമണ്ഡലം, അതിൽ ഓക്സിജനും മറ്റ് ഗ്യാസുകളും അടങ്ങിയിരിക്കുന്നതാണ്. ആ ഗ്യാസുകളുടെ ആ മിക്സർ, അതിൻ്റെ മൊത്തമായിട്ട് പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷം ചെലുത്തുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ cannot be calculated due to change in density of air at different heights, different temperatures and different humidity levels. It is measured by the height of column of mercury that it can support. അതായത് അന്തരീക്ഷ മർദ്ദം നമുക്ക് cannot be calculated accurately, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിനെ കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല. അന്തരീക്ഷ മർദ്ദം ഇത്രയാണെന്ന്, അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ ഉയരത്തിലേക്ക് പോകുമ്പം വായുമണ്ഡലത്തിൻ്റെ അളവ് കുറയും, അതിൻ്റെ മുകളിലേക്കുള്ള, അതായത് ഹൈ ലെവൽ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലോ എവറസ്റ്റ് പോലുള്ള കൊടുമുടി ഹിമാലയത്തിലോ ഒക്കെ അതിൻ്റെ മുകളിലേക്കുള്ള വായുമണ്ഡലത്തിൻ്റെ അളവ് കുറവാണ്, അവിടെ വായുവിൻ്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ അവിടെ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. താഴേക്ക് വരുമ്പോൾ, താഴ്ന്ന സമതല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സമുദ്രനിരപ്പിലും താഴ്ന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വരുമ്പോഴത്തേനും അന്തരീക്ഷ മർദ്ദം കൂടും. അതുപോലെ ടെമ്പറേച്ചർ കൂടുമ്പം വായുവിൻ്റെ സാന്ദ്രത കുറയും, അപ്പോഴും വായുവിൻ്റെ ഭാരം കുറയുമ്പോൾ അതിൻ്റെ ഇവിടെ പ്രഷർ കുറയും. അതുപോലെ ഹ്യൂമിഡിറ്റി, അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവ്
കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ കൂടുമ്പം ഭാരം കൂടും, അപ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടും. ഹ്യൂമിഡിറ്റി കുറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം കുറയും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല. ചില സ്ഥലങ്ങളിൽ ഹൈറ്റ് കൂടുതലായിരിക്കും, ചിലപ്പം താപം കൂടുതലായിരിക്കും, ചിലപ്പം ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, ചിലപ്പം കുറവായിരിക്കും. അങ്ങനെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിൽ മാറ്റം ഉണ്ടാകും. കൃത്യമായ ഒരു നമ്പർ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ അന്തരീക്ഷ മർദ്ദത്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രമാത്രം മെർക്കുറിയെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി, ശക്തി ഉണ്ട് എന്നുള്ളത് വെച്ചാണ് നമ്മൾ ഈ അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. അത് ഏകദേശം ഒരു ശരാശരി 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 1 ബാർ പ്രഷറാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷം ചെലുത്തുന്ന മർദ്ദം 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ എയർ പ്രഷർ ഇൻ ടെക്നിക്കൽ കാൽക്കുലേഷൻ ഈസ് അസ്യൂംഡ് ടു ബി 1 ബാർ. ടെക്നിക്കലായിട്ട് നമ്മൾ കാൽക്കുലേഷനിൽ നമ്മൾ സാധാരണ രീതിയിൽ അന്തരീക്ഷ മർദ്ദം 1 ബാർ ആണെന്നാണ് കണക്കാക്കുക. ഇൻ മെട്രിക് സിസ്റ്റം അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഈക്വൽ ടു 1.033 kg/square centimeter. അപ്പോൾ ശരിക്ക് മെട്രിക് സിസ്റ്റത്തിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ 1.033 kg/square centimeter ആണ്, അല്ലെങ്കിൽ 1 ബാർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഓൾസോ റെഫേർഡ് ആസ് എയർ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് പ്രഷർ ബൈ എയർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എയർ പ്രഷർ എന്നും പറയാറുണ്ട്. അതായത് പ്രഷർ വായു ചെലുത്തുന്ന മർദ്ദമായതുകൊണ്ട് അതിന് എയർ പ്രഷർ എന്നും പറയാറുണ്ട്. ഈ അന്തരീക്ഷ മർദ്ദം ഇത് നമ്മൾ പറഞ്ഞ 1 ബാർ അല്ലെങ്കിൽ 1.033 kg/centimeter² അല്ലെങ്കിൽ 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന അടുത്ത ടൈമാണ് ഓവർ പ്രഷർ ആൻഡ് അണ്ടർ പ്രഷർ. അപ്പോൾ ദ ഗ്യാസ് pressure of a closed volume might be greater or smaller than the pressure of the atmosphere. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലുള്ള അടച്ചു വെച്ച ഒരു കണ്ടെയ്നറിൽ, ഒരു പാത്രത്തിൽ, ഒരു ജാറിലോ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിലുള്ള അതിനുള്ളിലെ മർദ്ദം വായുവിൻ്റെ മർദ്ദത്തിനേക്കാളും കുറവാകാം, അല്ലെങ്കിൽ വായുവിൻ്റെ മർദ്ദത്തിനേക്കാളും കൂടുതലും ആകാം, അറ്റ്മോസ്ഫിയറിനേക്കാളും കൂടുതലും ആകാം. In the tire we have overpressure. The gas pressure of the tire is bigger than the pressure of the atmosphere. അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കൂടിയ മർദ്ദമാണ് ഒരു ടയറിൻ്റെ അകത്തുള്ളത്. ടയറിൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കൂടിയ മർദ്ദമാണ് അതിൻ്റെ അകത്തുള്ളത്. There is under pressure in the cylinder. The gas pressure in the cylinder during the suction process is smaller. അതായത് ഒരു സിലിണ്ടറിൻ്റെ അകത്ത് അണ്ടർ പ്രഷർ ആയിരിക്കും. അണ്ടർ പ്രഷറുള്ള ഭാഗം പിന്നെ നമുക്ക് അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ അടച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്ത് എയർ വലിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്തരീക്ഷത്തിനേക്കാളും കുറഞ്ഞ മർദ്ദമായിരിക്കും, അല്ലേ? ഒരു സിലിണ്ടർ, ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ വായു പുറത്തേക്ക് വലിച്ചു കളഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ പറയുക, അതിൻ്റെ അകത്തെ മർദ്ദം പുറത്തേതിനേക്കാളും കുറവായിരിക്കും. The gas pressure in the cylinder during the suction process. സക്ഷൻ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗ്യാസ് പ്രഷർ സിലിണ്ടറിൻ്റെ അകത്തേത് കുറവായിരിക്കും. അപ്പോൾ പിന്നെ ഓവർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കൂടിയ പ്രഷർ, അണ്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറഞ്ഞ പ്രഷർ. അന്തരീക്ഷ മർദ്ദം എത്രയാണ്? 1 ബാർ ഓർ 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 1.033 kg/centimeter². അതാണ് അന്തരീക്ഷ മർദ്ദം. അതിനേക്കാളും കുറഞ്ഞ പ്രഷറിനെ അണ്ടർ പ്രഷർ എന്നും അതിനേക്കാൾ കൂടിയ പ്രഷറിനെ ഓവർ പ്രഷർ എന്നും പറയും. അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കൂടിയ പ്രഷറിനെ ഓവർ പ്രഷർ എന്ന് പറയും. The manometer indicates the overpressure. The absolute pressure on the earth is normally 1 bar. Hence absolute, അതായത് പിന്നെ നമ്മളൊരു മാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ അളക്കുന്ന ഉപകരണം, ഇതിനെ പൊതുവെ പറയുന്ന പേരാണ് മാനോമീറ്റർ. മാനോമീറ്ററിൽ കാണിക്കുക, പ്രഷർ അളക്കുന്ന ഉപകരണത്തിൽ കാണിക്കുക ഓവർ പ്രഷറാണ്, അന്തരീക്ഷ മർദ്ദത്തിനേക്കാട്ടിലും കൂടിയ പ്രഷറാണ് ആണെങ്കിൽ മാത്രമേ നമ്മൾ
പ്രഷർ ഗേജിൽ കാണിക്കുകയുള്ളൂ. അത് ശരിയാണോ? ഒരു പ്രഷർ ഗേജ് വെറുതെ വായുവിൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബർദൻസ് പ്രഷർ ഗേജ്, അതൊരു പ്രഷർ ഗേജ് വെറുതെ വായുവിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രഷർ 0 എന്നല്ലേ കാണിക്കുകയുള്ളൂ. തുടക്കത്തിൽ സ്റ്റാർട്ടിങ് റീഡിങ് 0 ആണ്. കാരണം അന്തരീക്ഷത്തിൽ ഓൾറെഡി മർദ്ദം ഉണ്ട് എങ്കിൽ പോലും അവിടെ മർദ്ദം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം 0. അതായത് അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കൂടിയ മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രഷർ ഗേജിൽ അതിൻ്റെ റീഡിങ് കാണിക്കുകയുള്ളൂ. അപ്പോൾ pressure in normal condition is the sum of measured pressure and 1 bar. അതായത് നമ്മൾ പ്രഷർ ഇൻ നോർമൽ കണ്ടീഷൻ ഇത് സം ഓഫ് മെഷേർഡ് പ്രഷർ പ്ലസ് ആൻഡ് 1 ബാർ. ഒരു ബാറും കൂടെ നമ്മൾ ശരിക്കുള്ള പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ അളക്കുന്ന പ്രഷറിൻ്റെ കൂട്ടത്തിൽ ഈ അന്തരീക്ഷ മർദ്ദവും കൂടെ കൂട്ടണം. അന്തരീക്ഷ മർദ്ദമായ 1 ബാറും കൂടെ കൂട്ടണം. ഇതന്നെയല്ലേ നോക്കട്ടെ നെക്സ്റ്റ് പേജ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓവർ പ്രഷർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ മൈനസ് എയർ പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് അതിനു മുമ്പ് അബ്സല്യൂട്ട് പ്രഷർ എന്താണെന്ന് പറയാം. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ശരിക്കുള്ള നമ്മൾ ഗേജ് പ്രഷർ, ഗേജിൽ അളക്കുന്ന പ്രഷറിൻ്റെ കൂട്ടത്തിൽ എയർ പ്രഷറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഈ മൈനസ് ഇപ്പുറം വരുമ്പോൾ ഓവർ പ്രഷർ പ്ലസ് എയർ പ്രഷർ, അല്ലെങ്കിൽ ഓവർ പ്രഷർ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് പ്രഷർ മൈനസ് എയർ പ്രഷർ. അണ്ടർ പ്രഷർ ഈസ് ഈക്വൽ ടു എയർ പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. അതായത് കൺഫ്യൂഷൻ ആകണ്ട, നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ശരി യഥാർത്ഥത്തിലുള്ള പ്രഷർ, അന്തരീക്ഷ മർദ്ദവും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ. അന്തരീക്ഷ മർദ്ദവും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഓവർ പ്രഷർ ആണെങ്കിൽ, അബ്സല്യൂട്ട് പ്രഷർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഓവർ പ്രഷർ ആണെങ്കിൽ, അതായത് അന്തരീക്ഷ മർദ്ദത്തിന് മുകളിലേക്കുള്ള പ്രഷർ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അന്തരീക്ഷ മർദ്ദവും കൂടെ കൂട്ടണം. നേരെ മറിച്ച് അണ്ടർ പ്രഷർ ആണെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിനേക്കാളിലും കുറഞ്ഞ പ്രഷർ അല്ലേ ഈ അണ്ടർ പ്രഷർ എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറഞ്ഞ പ്രഷർ. ഒരു സിലിണ്ടറിൽ നിന്ന് വായു വലിച്ച് പുറത്ത് കളഞ്ഞാൽ അവിടെ അണ്ടർ പ്രഷറാണ്, മർദ്ദം കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് യഥാർത്ഥ പ്രഷർ, അബ്സല്യൂട്ട് യഥാർത്ഥ പ്രഷർ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗേജിൽ 0-നേക്കാളും താഴ്ന്ന പ്രഷറായിരിക്കും. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് അണ്ടർ പ്രഷർ മൈനസ് ചെയ്യണം. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് അണ്ടർ പ്രഷർ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ പ്രഷർ ആണെങ്കിൽ, ഓവർ പ്രഷർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂട്ടണം. അണ്ടർ പ്രഷർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് ഈ അണ്ടർ പ്രഷർ മൈനസ് ചെയ്യണം. എന്ത് കിട്ടാൻ? അബ്സല്യൂട്ട് പ്രഷർ കിട്ടാൻ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഗേജ് പ്രഷർ ആൻഡ് വാക്വം പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് വാക്വം പ്രഷർ എന്താണെന്ന് നോക്കാം. The pressure of liquid or gas inside the vessel in a gauge pressure vessel is gauge pressure and is measured by various gauges. Pressure gauges are devices used to measure the pressure of liquids or gases contained in a vessel. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഗേജ് കൊണ്ട് അളന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന, ഒരു കണ്ടെയ്നറിൽ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങളുടെയോ ദ്രാവകങ്ങളുടെയോ പ്രഷർ നമ്മളൊരു പ്രഷർ ഗേജ് ഉപയോഗിച്ച് അളക്കുന്നു. അതിനെയാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ ഗേജൊക്കെ എന്താ മനസ്സിലായില്ലേ? മാനോമീറ്റർ ഉണ്ട്. പിന്നെ ഈ നമ്മൾ ടയറിൻ്റെ പ്രഷറൊക്കെ നോക്കുന്ന സാധനം കണ്ടിട്ടില്ലേ? കംപ്രസറിൻ്റെ മുകളിലും ഒക്കെ ഇങ്ങനെ റീഡിങ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ആ വസ്തുക്കളെ പൊതുവായിട്ട് എല്ലാത്തിനെയും പറയുന്നതാണ് മാനോമീറ്റേഴ്സ്, പ്രഷർ ഗേജുകൾ, പ്രഷർ അളക്കുന്നതിനുള്ള ഉപകരണങ്ങൾ. അപ്പോൾ അങ്ങനെ പ്രഷർ അളക്കുന്ന ഗേജിൽ അളന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പ്രഷർ ഗേജുകളിൽ റീഡ് ചെയ്യുന്ന പ്രഷറാണ് ഗേജ് പ്രഷർ. ഇനി അബ്സല്യൂട്ട് പ്രഷർ ഈസ് ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ സിസ്റ്റം
on in on its boundaries. The word absolute is used to distinguish from the so-called gauge pressure, which is the value of the pressure measured by the pressure gauge. Hence, absolute pressure is equal to gauge pressure plus atmospheric pressure. ഇതാണ് നമ്മൾ മുമ്പത്തേനേക്കാളും ആദ്യം നോക്കേണ്ടത്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഗേജിൽ കിട്ടുന്ന പ്രഷറിൻ്റെ കൂട്ടത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ കൂട്ടണം. ആകെ പ്രഷർ ആ വസ്തുവിൻ്റെ ഭിത്തിയിൽ അനുഭവപ്പെടുന്ന ആകെ പ്രഷർ ഈ പ്രഷർ ഗേജിൽ കാണിക്കുന്ന പ്രഷർ കൂടാതെ അബ്സല്യൂട്ട് അന്തരീക്ഷം എല്ലായിടത്തും ഉണ്ട്, ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പം നമ്മൾ അളന്നാൽ കിട്ടുന്ന പ്രഷറിൻ്റെ കൂട്ടത്തിൽ ഈ അന്തരീക്ഷമർദ്ദം നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിലും അനുഭവപ്പെടുന്നു. എല്ലാ വസ്തുക്കളും, എല്ലാ മനുഷ്യരും, എല്ലാ മൃഗങ്ങളും, എല്ലാ ജീവജാലങ്ങളും എല്ലാം ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് അണ്ടറിലാണ്. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഈ വാക്വം പ്രഷർ മീൻസ് പ്രഷർ ഈസ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ വാക്വം ശൂന്യത അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറഞ്ഞ പ്രഷറുള്ള സ്ഥലമാണ് നമ്മൾ വാക്വം എന്ന് പറയുന്നത്. Vacuum pressure means the pressure below atmospheric pressure. If vacuum pressure is given, absolute pressure may be obtained from following relation. Absolute pressure is equal to atmospheric pressure minus vacuum pressure. നമ്മൾ ശരിക്ക് പ്രഷർ ഗേജിൽ കിട്ടുന്നത് അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും എത്ര കുറവാണ് എന്നാണ് നമ്മൾ വാക്വം അളക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ അബ്സല്യൂട്ട് പ്രഷർ കാണണമെങ്കിൽ അബ്സല്യൂട്ട് ആകെ മുഴുവനായിട്ട് അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള പ്രഷർ. വേർഡ് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷറും ഇതുമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേർഡ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം മൊത്തം ആകെ ശരിയായ പ്രഷർ അല്ലെങ്കിൽ റിയൽ പ്രഷർ എന്നൊക്കെ പറയാം. അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് വാക്വം പ്രഷർ മൈനസ് ചെയ്യണം. അപ്പം വാക്വം പ്രഷർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓവർ പ്രഷർ ആണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ കാണാൻ ഗേജ് പ്രഷറിൽ നിന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ചെയ്യണം. സംഗതി മാറിപ്പോകുമോ? അബ്സല്യൂട്ട് പ്രഷർ ആണ് ഓവർ പ്രഷർ ആണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ കാണാൻ അത് ഗേജ് പ്രഷറിൻ്റെ കൂട്ടത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ കൂട്ടണം. ഇനി അണ്ടർ പ്രഷർ ആണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ കാണാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് ഈ ഗേജ് പ്രഷർ വാക്വം പ്രഷർ മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ? സംടൈംസ് ദ പ്രഷർ ഈസ് ഗിവൺ ഇൻ അറ്റ്മോസ്ഫിയർ. ചില സമയത്ത് നമുക്ക് പ്രഷർ 1 atmosphere 2 atmosphere പ്രഷർ ഇൻസൈഡ് ദ വെസൽ ഈസ് 5 atmosphere എന്നൊക്കെ പറയും. വെറുതെ അറ്റ്മോസ്ഫിയർ അതും ഒരു യൂണിറ്റാണ്. അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമായുണ്ട്, അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ 1 മടങ്ങ്, അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ 2 മടങ്ങ് എന്നൊക്കെ പറയും. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്നുള്ളതും ഒരു യൂണിറ്റ് തന്നെയാണ്, പ്രഷറിനെ സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സംടൈംസ് ദ പ്രഷർ ഈസ് ഗിവൺ ഇൻ അറ്റ്മോസ്ഫിയർ. ദ വാല്യൂ ഇൻ NK സിസ്റ്റം ഈസ് 1.033 kilogram per centimeter square. It is commonly known as physical atmosphere. സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.033 kg per centimeter square ആണ്, അല്ലെങ്കിൽ 1 bar ആണ്, മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. In MK system, the atmospheric pressure is sometimes expressed in terms of technical atmosphere, commonly called as ATA, which is equal to 1 kilogram force per absolute centimeter square absolute. അതായത് MK സിസ്റ്റത്തിൽ ചില സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സംടൈംസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടെക്നിക്കൽ അറ്റ്മോസ്ഫിയർ കോമൺലി കോൾഡ് ആസ് ATA എന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സൂചിപ്പിക്കാറുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 1 kilogram ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അബ്സല്യൂട്ട് പ്രഷറായിട്ട് അന്തരീക്ഷ മർദ്ദത്തിന് 1 kilogram ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അങ്ങനെയും സൂചിപ്പിക്കാറുണ്ട്. kg ഫോഴ്സ് പെർ 1.003 ആണെങ്കിലും നമ്മൾ ചിലപ്പം അതിനെ റൗണ്ട് ചെയ്ത് 1 kg ഫോഴ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ട്. ഇനി മാനോമീറ്റേഴ്സ്.
These are the instruments or devices used to measure the pressure of liquid, steam or gas contained in a vessel. ഒരു പാത്രത്തിൽ, ഒരു കണ്ടെയ്നറിൽ അടച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറിൽ ഉള്ളിലുള്ള ദ്രാവകം, വാതകം, അതുപോലെ സ്റ്റീം ഇവയുടെയൊക്കെ മർദ്ദം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മാനോമീറ്റേഴ്സ്. മാനോമീറ്റേഴ്സ് ആർ ഓഫ് 4 ടൈപ്സ്: ഓപ്പൺ ട്യൂബ്, ക്ലോസ്ഡ് ട്യൂബ് ടൈപ്പ്, ഡിഫറൻഷ്യൽ ടൈപ്പ് ആൻഡ് ഇൻവെർട്ടഡ് ടൈപ്പ്. 4 തരം മാനോമീറ്റേഴ്സ് ഉണ്ട്: ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, ക്ലോസ്ഡ് ട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ ടൈപ്പ് ആൻഡ് ഇൻവെർട്ടഡ് ടൈപ്പ്. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. The manometer is a U-shaped tube containing mercury having its one end connected to the vessel container in which the liquid is available, whose pressure is to be determined. This is more suitable to measure pressure in a container. ഇതാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അപ്പോൾ ഇവിടെ വാക്യങ്ങൾ വായിക്കാം. പ്രഷർ ഇൻസൈഡ് ദ വെസൽസ് which is having little variation to atmospheric pressure. Other end of manometer is kept open. When the pressure inside the vessel is more or less than the air pressure outside, the manometer will show a difference in both the limbs of the tube. With reference to the atmospheric pressure of 1 bar, to find barometric reading, we can write absolute pressure is equal to 1 plus over pressure, or absolute pressure is equal to 1 minus under pressure. ഇത് ആണ് ഒരു മാനോമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെസലിലോ പൈപ്പിലോ ഇവിടെയോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനുള്ളിലോ ഉള്ള ഇതിൻ്റെ അകത്ത് വാതകം അല്ലെങ്കിൽ ദ്രാവകം അല്ലെങ്കിൽ ഫ്ലൂയിഡ് അടങ്ങിയിരിക്കുന്നു. ഇതാണ് പിന്നെ യൂട്യൂബ് മാനോമീറ്റർ. ആ ഇത് ഒരു പൈപ്പുമായിട്ട് ഈ യു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്യൂബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഈ പൈപ്പിൽ നിന്നും. ഈ യൂട്യൂബിൽ മെർക്കുറി നിറച്ചിരിക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തിനേക്കാട്ടിലും കൂടുതലാണ് ഈ കണ്ടെയ്നർ വെസലിനുള്ളിലെ ഈ പാത്രത്തിനുള്ളിലെ പ്രഷർ മർദ്ദം എങ്കിൽ അത് ഈ മെർക്കുറിയെ ഇവിടെ താഴേക്ക് തള്ളും. അപ്പോൾ ഈ ഭാഗം മുകളിലേക്ക് ഉയരും. ഒരു ലിംബിൽ ഈ യൂട്യൂബിൻ്റെ ഒരു കാലിൽ മെർക്കുറി പൊങ്ങി നിൽക്കും. ഇപ്പുറത്തെ ഈ വെസലിനോട് അടുത്തുള്ള ഭാഗത്ത് മെർക്കുറി ലെവൽ താഴ്ന്നു നിൽക്കും, ഇവിടെ പൊങ്ങി നിൽക്കും. ഇതിൻ്റെ അകത്ത് മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കൂടുതലാണെങ്കിൽ. അപ്പോൾ ഈ H1 മൈനസ് H2 ഇതാണ് ഡിഫറൻസ് ഇൻ ലെവൽ. ഈ ഭാഗം, അതായത് ഈ ലെവലിൽ നിന്ന് ഇതിലോട്ടുള്ള ഡിഫറൻസ് H1, ഈ ഹൈറ്റ്, ഇത്രയും ഭാഗത്തെ മെർക്കുറിയെ താങ്ങി നിർത്തുന്നത് എന്താണ്? ഇതിൻ്റെ മർദ്ദമാണ്. ഇതിനുള്ളിലെ ഈ പൈപ്പിനുള്ളിലെ ഈ വെസലിനുള്ളിലെ മർദ്ദമാണ് ഈ മെർക്കുറിയെ, ഇത്രയും ഭാഗം മെർക്കുറിയെ താങ്ങി നിർത്തുന്നത്. നോർമൽ കേസിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദവും ഇതിനുള്ളിലെ മർദ്ദവും ഒരുപോലെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ രണ്ട് ട്യൂബിൻ്റെ രണ്ട് ലിംബിലും ഒരേ ലെവലിലായിരിക്കും മെർക്കുറി നിൽക്കുക. നമ്മൾ വാട്ടർ ലെവലൊക്കെ പിടിക്കുകയല്ലേ, വലിയ പൈപ്പിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൈപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അത് രണ്ട് ഭാഗവും ഒരുപോലെ നിൽക്കുന്നിടത്ത് അത് ലെവലാണെന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞതുപോലെ ഈ ട്യൂബിൻ്റെ അപ്പുറവും ഇപ്പുറവും ലെവലായി അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാണ് ഈ പൈപ്പിലെ മർദ്ദമെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ നിൽക്കും. ഇപ്പോൾ ഇവിടെ മർദ്ദം കൂടുമ്പോൾ ഈ മർദ്ദം ഇങ്ങോട്ട് ആക്ട് ചെയ്ത് ഈ പൈപ്പിലൂടെ ഇതിനകത്ത് നീരാവിയോ ലിക്വിഡോ വാതകമോ എന്തോ ആവട്ടെ അതിങ്ങോട്ട് മർദ്ദം ചെലുത്തി ഈ മെർക്കുറിയെ ഇങ്ങോട്ട് ഉയർത്തും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ ഗേജ് പ്രഷർ. ഈ ഹൈറ്റ് H1, അത്രയും മെർക്കുറിയുടെ ഭാരം. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പം നമ്മൾ ഇത് ഓവർ പ്രഷർ എന്ന് പറയും അല്ലേ, അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കൂടിയ പ്രഷറാണ്. ഇനി അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറഞ്ഞ പ്രഷർ, വാക്വം പ്രഷറാണ് ഇവിടെ എങ്കിൽ, അല്ലെങ്കിൽ ഉള്ളോട്ട് വലിക്കും, വായുവിനെ ഉള്ളോട്ട് വലിക്കും. അതായത് ഈ മാനോമീറ്ററിൽ ഇതിൻ്റെ മെർക്കുറി ലെവല് ഈ ലെഫ്റ്റ് സൈഡിലെ അല്ലെങ്കിൽ മാനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെയ്നറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെ മെർക്കുറി ലെവല് ഉയർന്നു നിൽക്കും. അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തിനേക്കാളിലും ഇത്രയും ഹൈറ്റ് മെർക്കുറിയെ താങ്ങി നിർത്താനുള്ള പ്രഷർ കുറവാണ്, അന്തരീക്ഷ മർദ്ദത്തിനേക്കാളിലും കുറവാണ്. ഇതാണ് അണ്ടർ പ്രഷർ എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ ഇവിടെ അന്തരീക്ഷം ഇങ്ങോട്ട് ഈ പൈപ്പിൽ ഇങ്ങോട്ട് മർദ്ദം ചെലുത്തുന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തള്ളാണ്. ഇതിൻ്റെ അകത്തെ ഇത് ഇങ്ങോട്ട് തള്ളും, ഇവിടുന്ന് അന്തരീക്ഷ മർദ്ദം ഇത് ഈ പൈപ്പിലൂടെ ഇങ്ങോട്ട് തള്ളും അല്ലേ. അന്തരീക്ഷം എല്ലായിടത്തും പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. ഏതോ മുമ്പേ നമ്മൾ പ്രഷറിൽ പഠിച്ചു, ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഒരു ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന ഒരു ബിന്ദുവിൽ ആക്റ്റീവ് ചെയ്യുന്ന ഫോഴ്സ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അന്തരീക്ഷ മർദ്ദം ഈ ലിംബിൽ ഇങ്ങനെ താഴേക്ക് തള്ളും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ കുറവായതുകൊണ്ട് ഇങ്ങോട്ട് പൊന്തും. അതാണ് അണ്ടർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അന്തരീക്ഷ മർദ്ദത്തിൽ നിന്നും ഇത്രയും മെർക്കുറി താങ്ങി നിർത്താനുള്ള പ്രഷർ മൈനസ് ചെയ്താലാണ് ഇവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടുക. ഓക്കെ. If the pressure in the pipe is equal to the atmospheric pressure, there will no difference in the levels in the both limbs of the tube. രണ്ട് അന്തരീക്ഷ മർദ്ദവും പൈപ്പിലെ മർദ്ദവും ഒരുപോലെയാണെങ്കിൽ ഇത് രണ്ട് ഒരേ ലെവലിൽ നിൽക്കും. If the barometer reading is the barometer reading is in millimeter, it is always necessary to convert into millibar. അത് നമ്മൾ ഇതിൻ്റെ അകത്തെ റീഡിങ് നമ്മൾ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്നാണ് പറയുക. അപ്പോൾ 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി സമം 1 ബാർ ആണല്ലോ. അത് ബാറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. 1 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി സമം 1 ബാർ അല്ലെങ്കിൽ 1000 മില്ലി ബാർ. അപ്പം 1 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എത്രയാവും? 1000/750 മില്ലി ബാർ അല്ലെങ്കിൽ 1/750 ബാർ. അപ്പോൾ ഇത് ഇപ്പോൾ 50 മില്ലിമീറ്റർ, നമ്മളതങ്ങനത്തെ പ്രോബ്ലം ചെയ്യാം, അന്നേരം മനസ്സിലാക്കും. ഇത് 50 മില്ലിമീറ്ററിനാണ് ഇത് ഉയർത്തി നിൽക്കുന്നതെങ്കിൽ 50 × 50/750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഈ ഹൈറ്റ് ഓഫ് മെർക്കുറി കോളം എത്രയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ ബാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു 1 ബാർ എന്നുള്ള ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ അതിനെ ബാറിലേക്കോ പാസ്കലിലേക്കോ ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഏത് ഇതിലാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ച്. ബാക്കി നമ്മൾക്ക് എക്സാമ്പിൾ നമുക്ക് നാളെ ചെയ്യാം. ഇവിടെ ഇത്രയും വെള്ളത്തെ താങ്ങി നിർത്തുന്ന ഇവിടുത്തെ എത്ര പ്രഷർ ആയിരിക്കും നോക്കിയാവും. പ്രഷർ ഈക്വൽ 1 ബാർ റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി 10³ kg/m³, G 9.8 വാട്ടർ, ഈ 8 ഹൈറ്റ് എത്രയായിരിക്കും നമുക്ക് നാളെ അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും വായിച്ച് പഠിക്കുക. ഈ യൂണിറ്റുകൾ അണ്ടർ പ്രഷർ, ഓവർ പ്രഷർ, അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രഷറിൻ്റെ യൂണിറ്റ്, പാസ്കൽ, ബാർ, മില്ലി ബാർ ഒക്കെ എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് വായിച്ച് പഠിച്ച് വരിക. ഓക്കെ, നാളത്തേന് ഓക്കെ.